I told you you'll have a great time. Come on, let's go. What? Hey baby, come on. Somebody out there! Hey, stop. Who's there? Hey, stop there. Hey, you. Baby, you just wait here. Let me check. But I've seen somebody. നമസ്കാരം. കാണാക്കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണാക്കാഴ്ചകളിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായൊരു വ്യക്തിയെയാണ്. ഇന്ത്യൻ മിലിറ്ററിയിൽ സുബൈദാർ പദവിയിൽ നിന്നും വിരമിച്ച ശ്രീ രവീന്ദ്രനാഥ് വർമ്മ. അദ്ദേഹത്തിന്റെ ഇനിയുള്ള കാലം അദ്ദേഹം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കാണുന്ന കാടിനുള്ളിലാണ്. ഒരു കാര്യം പറയാതിരിക്കാനാവില്ല. ഞങ്ങളുടെ ഒരുപാട് കാലത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇന്ന് അദ്ദേഹവുമായുള്ള ഇന്റർവ്യൂ സാധ്യമായിരിക്കുന്നത്. അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ജീവിതം ഒരു ഫ്ളാറ്റിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഈ സാഹചര്യത്തിൽ ഈ വലിയ കാടിനുള്ളിൽ വന്ന് താമസിക്കാൻ താങ്കൾക്കുണ്ടായ പ്രേരണ എന്താണ്? അതിപ്പോ എന്താ പറയാ, അതങ്ങനെ പെട്ടെന്നുണ്ടായതൊന്നല്ല. ഞാൻ റിട്ടയർമെന്റിന് ശേഷം എവിടെ എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കാട്, ചെറുപ്പം മുതലേ ഈ കാടിനെ എനിക്കിഷ്ടമാണ്. കുഞ്ഞുനാളില് അച്ഛൻ്റെ കയ്യും പിടിച്ച് കാട്ടിലൂടെ എന്നെ ഇങ്ങനെ നടത്തും. അതുകൊണ്ട് തന്നെ ഈ കാട്ടിലെ ഏത് ഊടുവഴികളും ഇപ്പോ എനിക്ക് ഏത് ഇരുട്ടത്തും മനപ്പാടാണ്. ഈ കാണുന്ന 18 ഏക്കർ ഭൂമിയും എൻ്റെ അച്ഛന് കിട്ടിയതായിരുന്നു. സാർ ഇവിടെ തനിച്ചാണോ അതോ? എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സഹായിയായിട്ട് ഇവനുണ്ട്. നമസ്കാരം. എൻ്റെ പേര് ബിജു. ഞാൻ വെറുമൊരു സർവന്റ് മാത്രമല്ല, ജനറൽ ഹോസ്പിറ്റലിലെ നഴ്സാണ്. ഒരു ദിവസം സാർ തലവേദനയായിട്ട് അവിടെ വന്നു. എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു, വിളിച്ചു, ഞാൻ ഇങ്ങ് വന്നു. അതെനിക്കൊരു തലവേദന. എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാൻ തന്നെ. എൻ്റെ ദൈവമേ. അപ്പോ താങ്കൾ നേഴ്സ് കൂടിയാണല്ലേ? അയ്യോ, വെറും നേഴ്സല്ല, ആ നേഴ്സ്. പുറം ലോകവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് സാർ? എന്റെ അടുത്ത് എവിടെയാണോ ചോദിച്ചത്? എന്നാ പറഞ്ഞോളൂ. അത് പറയണെങ്കിലേ, എനിക്ക് വേണ്ടുന്ന പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ എന്റെ ഫാമിൽ ഞാൻ തന്നെ കൃഷി ചെയ്തിട്ടുണ്ടാക്കും. പിന്നെ അത്യാവശ്യം വേണ്ടുന്ന മറ്റു ചില സാധനങ്ങൾക്ക് വേണ്ടി മാത്രമേ മാസത്തിൽ 1-2 തവണ എന്റെ ഈ ജീപ്പുമായിട്ട് ഞാൻ പുറത്തേക്ക് പോയിട്ട് വാങ്ങാറുള്ളൂ. അപ്പൊ സാറിന്റെ കുടുംബം? കുടുംബോ? അയ്യോ, സാറ് കല്യാണം കഴിച്ചിട്ടില്ല. ചിരിക്കണണ്ട. കല്യാണം കഴിച്ച ആരെങ്കിലും ചിരിക്കോ? അതുകൊണ്ട് മക്കളും ഇല്ല. പിന്നെ സാറിന് ഭാര്യയായിട്ടും മക്കളായിട്ടും ഞാൻ തന്നെ ഉള്ളു ഇവിടെ. അവരൊറ്റ കാരണം കൊണ്ടല്ലേ കളവന്റെ ആട്ടത്തുപ്പ് സഹിച്ച് ഇവിടെ ജീവിക്കണത്. രാത്രി കാലങ്ങളിൽ എങ്ങനെയാണ് സാർ? മൃഗങ്ങളുടെ മറ്റോ ഉപദ്രവം ഉണ്ടാകാറുണ്ടോ? സത്യത്തിൽ കാട് അവരുടേതല്ലേ, ഞാനാണ് ഇവിടെ അതിഥി. ഇതുവരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അതുടനെ തന്നെ ഉണ്ടായിക്കോളും. ഇലക്ട്രിസിറ്റി, ഗ്യാസ്, ടെലിഫോൺ, ഇതിന്റെ ഉപയോഗം? ടെലിഫോൺ ഞാൻ ഉപയോഗിക്കാറില്ല. പിന്നെ ഗ്യാസ് അത് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ തന്നെ കൊണ്ടുവരും. ഇലക്ട്രിസിറ്റിക്ക് പകരം സോളാർ പാനലുണ്ട്. കാണാക്കാഴ്ചകളിൽ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നതിന് മുമ്പ് സാറിന് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? അതായത് പ്രകൃതിയെ അറിയുക, പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക. അങ്ങനെ
പ്രകൃതിയെ സംരക്ഷിക്കുക. നമസ്കാരം. താങ്ക് യു സർ. നമസ്കാരം. ഹേ, സംതിങ് ഇസ് റോങ് റൈറ്റ്? വാട്ട് ഹാപ്പൻ? ഹേ, ഇയാൾ പറഞ്ഞ സത്യം തന്നെ ആയിരിക്കും. ആയിരിക്കാം. എനിക്ക് തോന്നുന്നില്ല. ആ, എല്ലാം എടുത്തില്ലേ? സർ, നീ ആരോട് ചോദിച്ചിട്ടാ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ അവർ വിളിച്ചു വരുത്തിയത്? സർ, ശല്യം കാരണം സർ. എന്ത് ശല്യം? ഞാൻ അവരോട് എന്ത് പറഞ്ഞു പറഞ്ഞു? സാറിന് ഇഷ്ടമല്ല, ആ, സാർ സമ്മതിക്കില്ല. ആ. പക്ഷെ സാർ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്, ചിലപ്പോ സമ്മതിക്കുന്നു. മതി, 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 മതി. ദൈവമേ. നീ ഓ സർ, ആ ജീപ്പ് കഴിയും മാർക്കറ്റിൽ പോട്ടെ. ഓ പറഞ്ഞു കേട്ടല്ലോ. ഓക്കെ സർ. എന്ത് കേട്ടു? മാർക്കറ്റ് കഴിവില്ല. ജീപ്പോ? സാർ ഇപ്പൊ പറഞ്ഞു. എന്ത് മാർക്കറ്റ്? സാർ ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്ത് മാർക്കറ്റ്? സാർ പറഞ്ഞു. ജീപ്പ് കഴുകിയിടാൻ. Idiot. കാണിച്ചേരടാ, കാട്ടിൽ കരിമുറുക്കനുമില്ലേ? കൈകിട്ടി ഇതുപോലെ ഓടിക്കണം. അവിടെ ഉണ്ടാന്തോ. അടേ, വണ്ടി ഓക്കെ സാർ. റെഡി സാർ. മറ. കയറു സാർ. അടച്ചു. അയ്യോ, പൊടി പോയില്ലല്ലോ. ഓക്കെ സാർ. അയ്യോ സാർ, എന്താടാ എവിടെ പോന്ന്? സാധനം വാങ്ങിക്കാനുള്ള ലിസ്റ്റ് എടുത്താ? ലിസ്റ്റ് അവിടെ തപ്പണ്ട. കൊണ്ടുപോ. ആ, പിന്നെ മറ്റത് മറക്കല്ലേ, വണ്ടിക്കുള്ള ഡീസലേ, പിന്നെ നമുക്കുള്ള ഡീസലും, പിന്നെ ടച്ചിൻസ്. ഓക്കെ സാർ. ഓ, സ്വാതി, സമയത്ത് കമ്മി. വാ. സർ, സർ, ടൗണിലേക്കാണെങ്കിൽ പ്ലീസ്, ഞങ്ങൾ പോവാണ് സർ.
താങ്ക് യു സർ. ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു? അതൊന്നും പറയണ്ട സർ. ഉം. സത്യം പറഞ്ഞാൽ ഇന്നലെ ഞങ്ങളുടെ കല്യാണമായിരുന്നു. ആഹാ. ഇരിക്കടോ. ഇരിക്കടോ. എന്താ ഒന്നും പറയാനില്ലേ? എടോ എന്തേലൊന്ന് പറയടോ. അതല്ല, തനിക്കിനി എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. എല്ലാം പെട്ടെന്നായതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയില്ല. വേറെ ഒന്നുമില്ല, അതിൻ്റെ ഒരു ഇത്. കല്യാണത്തെക്കുറിച്ചും കല്യാണം കഴിക്കാൻ പോകുന്ന ആളെക്കുറിച്ചും ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. ആദ്യം പരസ്പരം അറിയണം, പിന്നെ പറ്റുമെങ്കിൽ ഒളിച്ചോടി ഒരുമിച്ച് താമസിച്ച് പരസ്പരം മനസ്സിലാക്കിയതിനു ശേഷം. അപ്പോ തനിക്കൊരു ഒളിച്ചോട്ടം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടല്ലേ? ലെറ്റ്സ് ഗോ. വാട്ട്? നമുക്ക് പോടോ. എങ്ങോട്ട്? നമുക്കൊന്ന് ഒളിച്ചോടാം. താൻ പോയി ഡ്രസ്സ് പാക്ക് ചെയ്ത് പെട്ടെന്ന് ഇങ്ങ് വാ. ആർ യു മാഡ്? നോ, ലെറ്റ്സ് ഗോ. സീരിയസ്ലി? യെസ്. ഏയ്, ആ, താനെങ്ങോട്ടാ? അച്ഛനും അമ്മയോടും പറയണ്ടേ? എടോ, ജാവ് നോക്കി കല്യാണം കഴിപ്പിച്ചു. ഇപ്പൊ ഫസ്റ്റ് നൈറ്റ് ആയി. ഇനി താൻ അവരെ പെർമിഷൻ വാങ്ങിച്ചാണോ പുറത്തു വന്നേ? അതും ഈ 12 മണി സമയത്ത്. നമുക്ക് ആരും അറിയാതെ പുറകുവശത്തോടെ പോവാം. ഓക്കെ. ചേട്ടാ, ഈ വെബ്സൈറ്റ് കാണുന്ന സ്ഥലത്തേക്ക് എത്ര ദൂരം ഉണ്ട്? ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ. ഓ, ചെറുക്കൻ്റെ വീടിൻ്റെ തിടുക്കം കണ്ടില്ലേ? എന്താ ചേട്ടാ, നീ പറഞ്ഞോ? അല്ല, പെട്ടെന്ന് എത്തൂന്ന് പറയായിരുന്നു. ശരിക്കും നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? അത് സർപ്രൈസാ. ഇത് നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് തന്നെയാണല്ലേ? എത്ര നാളായി സാറേ കല്യാണം കഴിഞ്ഞിട്ട്? അത് പിന്നെ ചേട്ടാ, അല്ല, കല്യാണം കഴിഞ്ഞിട്ടേ എത്ര നാളായെന്ന്? ചേട്ടാ, ശരിക്കും കല്യാണം ഇന്നായിരുന്നു ചേട്ടാ. ഇന്നോ? എന്റെ ശിവനെ, ഓ ന്യൂ ജനറേഷൻ. ചേട്ടാ, വണ്ടി എടുത്ത് എടുക്കാം. ഇന്ന് കല്യാണം, നാളെ ഹണിമൂൺ, മറ്റന്നാൾ ഡൈവോഴ്സ്. കലക്കും.
പറയൂ. ചേട്ടാ ആ ഒന്ന് പതുക്കെ പോ ചേട്ടാ. സാറ് പേടിക്കില്ല സാറേ. ഈ വഴിയൊക്കെ ധർമ്മനെ കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെയാ. 10-12 വർഷമായി സാറേ ഞാൻ ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട്. ചേട്ടാ നമ്മൾ വഴിയൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ. വഴി തെറ്റാനോ ധർമ്മനോ? അയ്യോ വഴി തെറ്റിയോ? ഏയ് അപ്പൊ ഞാൻ ചോദിച്ചതല്ലേ. അപ്പൊ താൻ പറഞ്ഞു വഴി കാണാപ്പാടാണ് കുന്തെന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല അത് ഞാൻ ഈ വഴി ആരാത്? You hit somebody. Hey, ആർക്കാ? stop the car. ഇവിടെ വണ്ടി നിർത്താൻ. സിദ്ധു. പാതിരാത്രി സമയാ, ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. നമുക്ക് നമ്മുടെ പാട് നോക്കി പോവാ സാറേ. എടോ താനത് മനുഷ്യനാടോ. അയക്ക് പറഞ്ഞ നമ്മളാണെങ്കിലോ. താൻ വന്നേ. ആളെങ്ങാനും തീർന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പുറകെ തൂങ്ങാനേ സമയം കാണുള്ളൂ. ഞാനൊരു കുഞ്ഞൂട്ടി പരാധീനക്കാരനാ. കളഞ്ഞിട്ട് വാ സാറേ, പോകാം. താങ്ങി വാ. അറിയാത്ത പിള്ള ചൊറിയും പറഞ്ഞോളൂ. ഏയ് ഏയ് വെറുതെ വന്നുണ്ടോ? പോട്ടെ, എവിടെയെങ്കിലും പോയി ചാവട്ടെ. അങ്ങനെ ഒരുവിധം നേരം വെളുപ്പിച്ചു സാറേ. ആ ടാക്സിയുടെ നമ്പർ ഓർമ്മയുണ്ടോ? ഇല്ല സാർ, തിരക്കേണ്ടതില്ല, നോക്കിയില്ല. ആ വണ്ടി തട്ടിയ ആളോ? ഇടിച്ച സ്പോട്ട് അറിയാത്തോണ്ട് നോക്കാൻ പറ്റില്ല സാർ. ഓഹോ. സാർ ബൈ ദ വേ ആ നമ്മൾ പരിചയപ്പെടാൻ മറന്നുപോയി. ഐ എം സിദ്ധാർത്ഥ്. ഇത് സ്വാതി. സാറിന്റെ പേര്? ഐ ആം രവീന്ദ്രനാഥ വർമ്മ. Sidhu, look there. Hey, sir, please stop, sir. Please stop. Da da